കണ്ടിന്യൂസ് ആയിട്ട് അലാം അടിക്കും. തന്നെ മണ്ണും ചരലൊക്കെ കയറി ട്യൂബിൽ സ്ക്രാച്ച് വീണ് ഓയിൽ ലീക്ക് ആവുന്ന പ്രശ്നങ്ങൾ. നമുക്കൊരു ഹെൽമെറ്റ് വെക്കാനായിട്ടുള്ള സ്പേസ് വരുന്നില്ല. വണ്ടിയിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ സുഖമായിട്ട് വെച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. റിവേഴ്സ് മോഡ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. നമസ്കാരം, ഞാൻ റോജിൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റൊമായുടെ ഷാർക്ക് എന്ന് പറഞ്ഞ മോഡലുമായിട്ടാണ്. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൊമായുടെ ഹോക്ക് എന്ന് പറഞ്ഞ മോഡൽ പരിചയപ്പെട്ടിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റൊമായുടെ ഷാർക്ക് 60 വോൾട്ട് എന്ന് പറഞ്ഞ മോഡലുമായിട്ടാണ്. ഇത് ആക്ച്വലി ഒരു ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. 250 വാട്ട്സിനുള്ളിൽ മോട്ടോർ കപ്പാസിറ്റി വരുന്ന ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ. അതായത് നമുക്ക് ഇതിന് ഓടിക്കുന്നതിനായിട്ട് പ്രായപരിധി കാര്യങ്ങളൊന്നും വരുന്നില്ല. രജിസ്ട്രേഷന്, ലൈസൻസ്, ഹെൽമെറ്റ് ഒന്നും ആവശ്യമുള്ള മോഡലല്ല. നമുക്ക് കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ തന്നെ യാതൊരു നിയമ തടസ്സവും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മോഡലാണ്. ഈ വേരിയൻ്റ് ആക്ച്വലി വരുന്നത് 3 കളർ ഓപ്ഷനിലായിട്ട് വരുന്നുണ്ട്. നമ്മൾക്കിന്ന് കിട്ടിയിരിക്കുന്നത് റെഡ് കളറാണ്, വൈൻ റെഡ് കളർ മോഡലാണ്. ഇതിൻ്റെ തന്നെ ഒരു ഗ്ലോസി ഗ്രേ കളറും അതുപോലെ തന്നെ ഗ്ലോസി ബ്ലൂ കളറിലും വാഹനം അവൈലബിൾ ആണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വാഹനം ഒരു ഗ്ലോസി റെഡ് ഫിനിഷിലായിട്ടാണ് വരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു DRL കാണാനായിട്ട് സാധിക്കും. DRLനോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ റൊമായുടെ ബാഡ്ജിങ് കാണാം. തൊട്ട് താഴെയായിട്ട് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു U ആകൃതിയിൽ 2 സൈഡുകളിലായിട്ടും ഡേറ്റ് റണ്ണിംഗ് ലാമ്പ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് 2 റബ്ബർ ക്യാപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ മണ്ണും ചരലൊക്കെ കയറി ട്യൂബിൽ സ്ക്രാച്ച് വീണ് ഓയിൽ ലീക്ക് ആവുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 310-ൻ്റെ ട്യൂബ്ലെസ് ടയറുമാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. ഒരു നാരോ ആയിട്ടുള്ള ഒരു മോഡൽ. ഇതിന് വീതി കുറവാണ്. എന്നാൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട റൊമായുടെ ഹോക്കിനേക്കാളും കുറേയും കൂടി നീളമുള്ള ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റിന് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്. 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. സൈഡിലായിട്ട് ഇവിടെ നമുക്ക് ഷാർക്ക് എന്നുള്ള ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റ് ഒരു നാരോ ഡിസൈനിലാണ് വരുന്നത്. LED ടെയിൽ ലൈറ്റ്സ് ആണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് റൊമായുടെ നെയിം ബോർഡ് കാണാനായിട്ട് സാധിക്കും. ഇത് ലൈസൻസും രജിസ്ട്രേഷനും വേണ്ടാത്ത മോഡലായതുകൊണ്ട് തന്നെ ഇതിന് നമ്പർ പ്ലേറ്റ് വരുന്നില്ല. അതിന് പകരം ഒരു നെയിം ബോർഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് നമുക്കിവിടെ ഒരു മെറ്റലിൻ്റെ ഹാൻഡിൽ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ചേസിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്. നമുക്ക് വാഹനം എടുത്ത് നീക്കി വെക്കാനും ഒക്കെ ആയിട്ട് ഇത് ഉപകരിക്കും. നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഇവിടെ നമുക്കൊരു കീ ഇടുന്ന സ്ലോട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മാത്രം മതി. ഒരു അത്യാവശ്യം നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസ് ആണ് വരുന്നത്. നമുക്കൊരു ഹെൽമെറ്റ് വെക്കാനായിട്ടുള്ള സ്പേസ് വരുന്നില്ല. നമുക്ക് ചാർജർ, അതുപോലെ തന്നെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് ആണ് ഇവിടെ വരുന്നത്. വണ്ടിയുടെ ബാക്കിലായിട്ട് നമുക്കൊരു ബ്രേക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രൊട്ടക്ഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആകുന്നതാണ്. ഒരു സേഫ്റ്റി ഫീച്ചറാണ്. വണ്ടിയുടെ ഫുട്ബോർഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഫുട്ബോർഡാണ്. നമുക്കൊരു ഗ്യാസ് സിലിണ്ടറൊക്കെ സുഖമായിട്ട് വെച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബോട്ടിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്ത് ഇട്ടുകൊണ്ട് വരാനായിട്ട് അത് സൗകര്യപ്രദമാകും. അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല വെയിറ്റ് ഒക്കെ ഇതിൽ താങ്ങുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് പലരും ചാർജറിനെ പറ്റി ചോദിച്ചിരുന്നു. ഇതാണ് വാഹനത്തിൻ്റെ ചാർജർ വരുന്നത്. ഇത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചാർജറാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഏത് സാധാരണ പിന്നിലും ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 2 പിൻ പ്ലഗ് ആണ്. 3 ആംപിയർ ചാർജിങ് കറണ്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത് വാഹനത്തിൻ്റെത് സീറ്റിന് താഴെയായിട്ടാണ്. ജസ്റ്റ് നമുക്കിവിടെ പ്ലഗ് ചെയ്യുക, ചാർജർ പ്ലഗിൽ കണക്ട് ചെയ്യുക. ചാർജർ ഓട്ടോ കട്ട് ഓഫ് ഉള്ളതാണ്. നമുക്ക് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജർ കട്ട് ഓഫ് ആകുന്നതാണ്.
വാഹനം നമുക്ക് 2 ബാറ്ററി വേരിയൻറ്റുകളിലായിട്ട് അവൈലബിൾ ആണ്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് വേരിയൻറ്റിലും അതുപോലെ തന്നെ ലെഡ് ആസിഡ് മെയിൻ്റനൻസ് ഫ്രീ, ലെഡ് ആസിഡ് ജെൽ ടൈപ്പ് ബാറ്ററി വേരിയൻറ്റിലും വരുന്നുണ്ട്. നമുക്ക് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആകുമ്പോൾ ഒരു 3 to 4 hours ആണ് ചാർജിങ് ടൈം കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ 7 to 8 hours ആണ്. വാഹനം ഏകദേശം ഒരു 70 കിലോമീറ്റേഴ്സോളം നമുക്കതിൽ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ കൂടുതൽ റേഞ്ച് ഉള്ള വാഹനം ലിഥിയം ഫെറോഫോസ്ഫേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസിൽ ചേഞ്ചുകൾ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ സ്വിച്ചുകൾ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് ഹോണ്ട ആക്റ്റീവയ്ക്കൊക്കെ വരുന്ന അതേ സെയിം ക്വാളിറ്റി സ്വിച്ചുകൾ തന്നെയാണ്. നമുക്ക് സ്പെയർ ആണെങ്കിലും ആക്റ്റീവയുടെ ഒക്കെ സെയിം സ്വിച്ചുകൾ തന്നെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളുടെയും ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. മോട്ടർ, ത്രോട്ടിൽ, ECM അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്തിൻ്റെയാണ് ഫോൾട്ട് എന്ന് അറിയാനായിട്ട് ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഫോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സൊല്യൂഷൻസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് പാർക്ക് മോഡിലാണ്. അതായത് ഒരു സേഫ്റ്റി മോഡാണത്. നമ്മളിപ്പോൾ അറിയാതെ കൈ കൊടുത്തു കഴിഞ്ഞ് വണ്ടി മൂവായി, കാരണം ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ വണ്ടി കീ കൊടുത്ത് തിരിച്ച് ആക്സിഡൻറ്റുകളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റി മോഡാണ്. അതിനായിട്ട് നമുക്കിവിടെ ഒരു പാർക്ക് മോഡിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം പാർക്ക് മോഡിൽ നിന്ന് റിലീസായി ഡിജിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയം വണ്ടി ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവിങ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ 3 ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് നോർമൽ റൈഡിങ്ങിൽ ഫസ്റ്റ് മോഡിലാണ് നമ്മൾ ഇടേണ്ടത്. നമുക്കൊരു അത്യാവശ്യം കയറ്റമുള്ള ഏരിയയിലേക്ക് വരുമ്പം നമുക്ക് സെക്കൻഡ് മോഡിലും, അതുപോലെ തന്നെ നമുക്കിപ്പോൾ 2 പേരെ വെച്ചൊരു കയറ്റമൊക്കെ എടുക്കേണ്ട സമയത്ത് 3rd മോഡിലേക്കും ഒക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ചാർജിങ് ഇവിടെ കാണുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നുള്ള ഇവിടെ കാണാം. അതുപോലെ തന്നെ ചാർജിങ് വോൾട്ടും ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ബാറ്ററിയിൽ എത്ര വോൾട്ട് റിമൈനിങ് ഉണ്ട് എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ റിവേഴ്സ് മോഡ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ബാക്കിലേക്ക് എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ റിവേഴ്സ് മോഡിൻ്റെ അസിസ്റ്റൻസോടുകൂടി ബാക്കിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും. റിവേഴ്സ് മോഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് തന്നെ ബാക്കിലോട്ട് പോകുന്നതാണ്. അത് നമുക്ക് അത്യാവശ്യം ലോഡ് ഉണ്ടെങ്കിലും ഈ ഫീച്ചർ നമുക്ക് സൗകര്യപ്രദമായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല പവറുണ്ട് ബാക്കിലേക്ക് പോകുന്നതിനാണെങ്കിൽ. വാഹനത്തിൻ്റെ കീ വരുന്നത് ഇൻറ്റേർണൽ കട്ടിംഗ് ഉള്ള മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആർക്കും കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ അല്ല. അതുപോലെ തന്നെ നമുക്കൊരു 2 റിമോട്ട് വരുന്നുണ്ട്. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കീലെസ് എൻട്രി ആയിട്ടും അതുപോലെ തന്നെ ആൻറ്റി തെഫ്റ്റ് അലാറത്തിൻ്റെ സിസ്റ്റം ആക്റ്റീവ് ആക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ബട്ടൺ 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കീ ഉപയോഗിക്കാതെ തന്നെ വണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാഹനത്തിൽ ആൻറ്റി തെഫ്റ്റ് അലാം സിസ്റ്റം വരുന്നുണ്ട്. അത് ആക്റ്റീവ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ലോക്ക് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ലോക്ക് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വണ്ടി ആരെങ്കിലും മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേന് ഒരു വാണിംഗ് ആണ് വരുന്നത്. ഒരു ചെറിയൊരു വാണിംഗ്, അതായത് ഇവിടെ അലാം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എന്നുള്ളൊരു വാണിംഗ് ആണ് നൽകുന്നത്. അതിനുശേഷം വീണ്ടും വണ്ടി ഒന്ന് പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അലാം കണ്ടിന്യൂസ് ആയിട്ട് അലാം അടിക്കും. അതുപോലെ തന്നെ ബാക്ക് വീല് ലോക്കും ആവുന്നതാണ്. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. വീല് ഇൻറ്റേർണൽ മാഗ്നറ്റിക് ലോക്ക് ആവുന്നതാണ്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. നമുക്ക് അലാം ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ അൺലോക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാം ഓഫ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ആൻറ്റി തെഫ്റ്റ് അലാമിൻ്റെ ആവശ്യമില്ലെങ്കിൽ സാധാരണ പോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ടും പോകാവുന്നതാണ്. അതിന് നമ്മുടെ വാഹനത്തിൻ്റെ ഇവിടെ ജസ്റ്റ് സാധാരണ എല്ലാ സ്കൂട്ടറിനും ചെയ്യുന്ന പോലെ തന്നെ കീ ഇട്ടിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ലോക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് അലാം ഇതുപോലെ സൗണ്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ആൻറ്റി തെഫ്റ്റ് അലാം ആക്റ്റീവ് അല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും വാഹനം ബുക്ക് ചെയ്യാനായിട്ടും കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ഒക്കെ കാണുന്നവരേക്കും ബൈ.